Hi all, good evening and welcome to SciQuesta. അപ്പോ ആസ് യു ഓൾ നോ, ഇപ്പോ BAPCH ഫൈനൽ ഇയർ എത്തി നിൽക്കുന്നവരും കഴിഞ്ഞവരുമായിട്ടുള്ളവരായിരിക്കും കൂട്ടത്തിൽ ഉണ്ടാകുക. നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പലരും സൈക്കോളജി ഒരു കരിയർ ആക്കണമെന്നോ അല്ലെങ്കിൽ സൈക്കോളജിയിൽ ഒരു പ്രൊഫഷൻ കൊണ്ടുവരണമെന്നോ കരുതിയിട്ട് സൈക്കോളജി എടുത്തവരാണ് നിങ്ങൾ മിക്കവരും. ഇവിടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം, സൈക്കോളജി സബ്ജക്ട്സ് ഓൺലൈനായിട്ട് പഠിക്കുന്ന തരത്തിലാക്കി. ഒരു നല്ല ഓപ്ഷനും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുമായിരുന്നു നമ്മുടെ ഇഗ്നോ. ഞാൻ ഇഗ്നോക്ക് അല്ലാണ്ട് പിന്നെ ജെയിനും ഈ രണ്ട് യൂണിവേഴ്സിറ്റി അല്ലാണ്ട് വേറൊരു യൂണിവേഴ്സിറ്റിക്ക് ഞാൻ ക്ലാസ്സസ് പോലും പ്രൊവൈഡ് ചെയ്യാറില്ല. കാരണം ആ ക്രെഡിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ അത്രയും പ്രൊമനന്റ് ആയിട്ടുള്ള രണ്ട് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. അതിൽ തന്നെ ഇഗ്നോ ആയിട്ട് ഏറ്റവും മേജർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ബിക്കോസ് നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, ഒരുപാട് പ്രത്യേകതയുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഓൾസോ ദ മെയിൻ തിങ് ഇസ് UGC അപ്രൂവ്ഡ് ആണ്. അതും ലൈക്ക് എല്ലാവിധ ഇപ്പം ഞങ്ങളുടെ സ്റ്റുഡന്റ് സേപ്പിൽ ജോയിൻ ചെയ്ത സ്റ്റുഡന്റ്, അതായത് ഇഗ്നോയിലെ സ്റ്റുഡന്റ് ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് റെഗുലർ ആയിട്ട് പഠിക്കാൻ. അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ട് പഠിക്കാൻ പോലും സ്കോപ്പുള്ള ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ പലർക്കും ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കേരള ആണ്, അങ്ങനെ പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പലരും ആഗ്രഹിക്കുന്നത് ഇത് ഒരു പ്രൊഫഷൻ ആക്കിയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ട് ഒരു പ്രൊഫഷൻ ആക്കാവുന്നതാണ്. അപ്പോൾ ഒഫീഷ്യലി സൈക്കോളജി സബ്ജക്ട്സ് ഇനി മുതൽ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. അത് നാഷണൽ അലൈഡ് ഹെൽത്ത് കോർപ്പറേഷൻ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അലൈഡ് ഹെൽത്തിന്റെ അണ്ടറിലാണ് സൈക്കോളജി ഒക്കെ വരുന്നത്. വാട്ട് നെക്സ്റ്റ്? കൗൺസിലിംഗ് ഒരു പ്രൊഫഷൻ ആക്കണം, അല്ലെങ്കിൽ ഈ സൈക്കോളജി മേഖലയിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MSW ഇൻ കൗൺസിലിംഗ്. MSW ഇൻ കൗൺസിലിംഗ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ അതിന് കുറെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ജോലി കിട്ടും. ഇപ്പൊ MSW കൗൺസിലിംഗിന് സാധ്യത കൂടിയിട്ടുണ്ട്. പണ്ടാണെങ്കിലുള്ളതിലും അപ്പുറം സാധ്യത, അത് ഗവൺമെന്റ് സെക്ടേഴ്സിലും സാധ്യതകളുണ്ട്. ICDS പോലെയുള്ള ഗവൺമെന്റ് സെക്ടേഴ്സിലും സാധ്യതകൾ. ഈ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബിനൊക്കെ ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്താ പറയാ അംഗീകൃതമാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നമുക്ക് പേടിക്കാനേ ഇല്ല. അപ്പൊ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ആണ് MSWC. ഒരു സൈക്കോളജി കഴിഞ്ഞ സ്റ്റുഡന്റ്, അതായത് ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി കഴിഞ്ഞ സ്റ്റുഡന്റ്, അവർക്ക് സൈക്കോളജിയിൽ തന്നെ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ സൈക്കോളജി തന്നെ ഒരു അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാസ്റ്റേഴ്സ് എടുക്കണം എന്നാണെങ്കിൽ ഐ സ്ട്രോങ്ലി സജസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഒരു യുവർ ജേർണി ടു ബിക്കം എ ലൈസൻസ്ഡ് പ്രൊഫഷണൽ കൗൺസിലർ ആണ്. ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെ അക്കാഡമിക് ഗോൾ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ആണ്. അതും ഒരു സൈക്കോളജി പഠിച്ച ഒരാള് മാസ്റ്റേഴ്സ് സോഷ്യൽ വർക്കിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് കറക്റ്റ് അവിടെ സാധ്യതകൾ കൂടുകയാണ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബിനാറിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ സൈക്കോളജിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽസിനെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നതും നമ്മൾ തന്നെയാണ്. കാരണം സെക്കൻഡ് ഇയർത്തെ പേപ്പേഴ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ കുറെ കൂടി സോഷ്യൽ വർക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. അതിലും സൈക്കോളജി വരുന്ന പേപ്പേഴ്സ് ഞങ്ങൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലാത്തത് സൈക്കോളജി ഡിഗ്രി പഠിച്ച് മാസ്റ്റേഴ്സിൽ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരെയാണ്. അതായത് ഒരിക്കലും ഒരു BSW പഠിച്ച് MSW എടുത്തവരല്ല നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സൈക്കോളജിയുടെ ഡിഗ്രി പഠിച്ച് അപ്പൊ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫാക്കൾട്ടി ജോയിൻഡ് ആയിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിൽന ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ മതിയോ, ഒരു ഇൻഫ്ലുവൻസർ ആണ് ആള് സൈക്കോളജിയിൽ റെഗുലർ ആയിട്ട് ഡിഗ്രി ചെയ്ത ആളാട്ടോ. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള യുവക്ഷേത്ര കോളേജ് ഉണ്ട്. യുവക്ഷേത്രയിൽ നിന്ന് 3 വർഷം BSc സൈക്കോളജി പഠിച്ചു. ഇപ്പം 2 വർഷം MSW ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണ് ആള് സോഷ്യൽ വർക്കിൽ ഇപ്പം MSW ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഒരു ഫാക്കൾട്ടി ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത് MSW. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും, സൈക്കോളജി 3 ഇയേഴ്സ് പഠിച്ചിട്ട് മാസ്റ്റേഴ്സ്. ഞാൻ ചോദിക്കുകയാണ് ദിൽന, വൈ? എന്തുകൊണ്ടാണ്? കാരണം ഇതിലിവിടെ ഇന്റേൺഷിപ്പിന് വന്നിട്ടാണ്
എന്നോട് പറഞ്ഞു എനിക്ക് മാസ്റ്റേഴ്സ് സോഷ്യൽ വർക്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു. ദിൽന 3 ഇയർ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് ഇന്റേൺഷിപ്പിന് വരികയാണ് ചെയ്തത്. അതിനുശേഷമാണ് ആള് മാസ്റ്റേഴ്സ് എടുത്തത്. ദിൽന എന്താണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇമോഷണൽ പ്രോബ്ലംസും മെന്റൽ ഹെൽത്തും ഫോക്കസ് കൊടുക്കുമല്ലോ. സോഷ്യൽ വർക്ക് എന്ന് നോക്കുമ്പോൾ നമ്മൾ സോഷ്യൽ പ്രോബ്ലംസും സോഷ്യൽ ഫങ്ഷനിങ്ങും ഫോക്കസ് കൊടുക്കും. അതായത് ഇമോഷണൽ മാത്രമല്ല, അയാളുടെ സൊസൈറ്റി എത്രത്തോളം അയാളുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണു, സൊസൈറ്റി ബെറ്റർ ആയാൽ നമുക്ക് ബെറ്റർ ആവാൻ പറ്റും എന്നുള്ളത് ഫോക്കസ് കൊടുക്കും. ഒരുപാട് ഹോളിസ്റ്റിക് ഒരു അപ്രോച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡയമെൻഷൻ നമ്മൾ നോക്കുന്നുണ്ട്. സോ എനിക്ക് കുറച്ചുകൂടി അതാണ് താല്പര്യം. പിന്നെ ഈ ഫീൽഡ് വർക്ക് കുറച്ചുകൂടി സൊസൈറ്റിയിലോട്ട് ഇറങ്ങി വർക്ക് ചെയ്യാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരുപാട് സാധ്യതകളും ഉണ്ട് ഈ വർക്കില്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സാധ്യതകൾ ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് ദിൽനയിൽ നിന്നാണ് കേട്ടോ. ടു ബി ഹോണസ്റ്റ് ആയിട്ട് പറയാണ്. അല്ല, ദിൽനോട് നമ്മളെപ്പോഴും സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞ PG ഇൻ സൈക്കോളജി. അപ്പം ദിൽനാണോ എനിക്കും സോഷ്യൽ വർക്കിലാണ് മാസ്റ്റേഴ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആള് പോയി മാസ്റ്റേഴ്സ് എടുത്തു. അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം പിന്നെ നമുക്ക് സൈക്കോളജി ഡിസ്റ്റൻസിൽ നിർത്തലാക്കുന്നു. അപ്പോഴേക്കും ഒരു ഓപ്ഷൻ പലരും നമ്മളെ വിളിച്ചിട്ട് മാം അത്ര ആഗ്രഹിച്ച സൈക്കോളജി എടുത്താണ്, ഇനി എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ കുറെ നോക്കി. അതിൽ എനിക്ക് ഏറ്റവും ഇപ്പൊ നമ്മൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ഒരു 6 മാസമായിട്ട് നമ്മൾ MSW നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. താങ്ക് യു ദിൽന ആൻഡ് വെൽക്കം ടു ദ ടീം. ഒഫീഷ്യലി ദിൽനെ നമ്മൾ വെൽക്കം. അപ്പൊ സൈക്വസ്റ്റിയുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. സൈക്വസ്റ്റിയുടെ ക്ലാസ് കേൾക്കാത്ത BAPC സ്റ്റുഡൻസിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ്. ഇപ്പൊ MSW ആയിക്കോട്ടെ, നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കരിയർ സ്കോപ്പ് എവിടൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് കഴിഞ്ഞ ജോലി കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലിനിക്കിൽ മാത്രം ഒതുങ്ങുന്നില്ല MSW. ഹെൽത്ത് കെയർ ആൻഡ് സൈക്കാട്രിക് സെന്റേഴ്സിൽ വർക്കിംഗ് ആസ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആയിട്ട് കയറാം. മെന്റൽ ഹെൽത്ത് കൗൺസിലേഴ്സ് ആയിട്ട് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഫാമിലി ആൻഡ് റിഹാബിലിറ്റേഷൻ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യാം. അതായത് തെറാപ്പി കൊടുക്കാൻ അഡിക്ഷൻ സെന്റേഴ്സ് പോലെയുള്ളവരുടെ ഓൾഡ് ഏജ് റീഹാബിലിറ്റേഷൻ ഹോംസിൽ, ഫാമിലി കൗൺസിലിംഗ് ഏജൻസിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. കോർപ്പറേറ്റ് ആൻഡ് CSR യൂണിറ്റ്സിൽ. ഇത് ഞാൻ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടുന്നോ ഇട്ടതല്ല. ഇഗ്നോയുടെ കരിക്കുലത്തിൽ നിന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു PPT ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇഗ്നോയുടെ കരിക്കുലത്തിൽ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഇഗ്നോയുടെ പ്രോസ്പെക്ടസ് അയച്ചത്. അപ്പൊ ഇതേ വേർഡിങ്സ് തന്നെയാണുള്ളത്. ഞാൻ ഇടുന്നില്ല. ഇഗ്നോ ഇത്രയും സ്ഥലത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. പിന്നെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് NGOs ആയിട്ടുള്ള ലീഡിംഗ് പ്രോജക്ട് എക്സിക്യൂഷൻസിൽ, മെന്റൽ ഹെൽത്ത് അഡ്വക്കസിയിൽ, കമ്മ്യൂണിറ്റി കൗൺസിലിംഗിൽ, ടോപ്പ് ടയർ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ NGOസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൂടാണ്ട് ടാർഗറ്റ് ജോബ് മാർക്കറ്റിംഗ് കേരള നോക്കാണ്. നമ്മൾ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് LCGDS ഉണ്ട്. സ്റ്റെപ്പിംഗ് ഇൻ ടു സ്പെഷ്യലൈസ്ഡ് കൗൺസിലിംഗ് പൊസിഷൻ വിത്തിൻ ദ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ലൈക്ക് കുടുംബശ്രീ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് സർവീസസ്, ICDS. അത് നമ്മളെ പിന്നെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ICDS. അവിടെ സെഷൻസ് എടുക്കാൻ അവരുടെ പിന്നെ ഇൻവൈറ്റ് ആയിട്ട് ഞാൻ പോവാറുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സൈക്കാട്രിക് പ്രോജക്ട്സിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സ്കൂൾ കൗൺസിലിംഗ് അറിയാലോ, CBSE സ്കൂൾസിൽ CBSE മാത്രമല്ല ഇപ്പൊ സ്റ്റേറ്റ് സ്കൂൾസിലും ഉണ്ട്. അപ്പൊ സ്കൂൾ കൗൺസിലർ ആയിട്ട് നിർബന്ധമായിട്ടും ഒരു സ്കൂൾ കൗൺസിലർ വെക്കണമെന്ന് സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സ്കൂൾ കൗൺസിലിംഗിന് MSW മതി. അല്ലെങ്കിൽ ഒന്നെങ്കിൽ PG ഇൻ സൈക്കോളജി അല്ലെങ്കിൽ MSW രണ്ടും അവർ നോക്കുന്നുണ്ട്. സ്റ്റുഡന്റ് കൗൺസിലർ അക്രോസ് കേരളാസ് വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് CBSE, ICSE ആൻഡ് സ്റ്റേറ്റ് ബോർഡ് സ്കൂൾസ് അണ്ടർ മെന്റൽ ഹെൽത്ത് മാൻഡേറ്റ്സ്. പിന്നെ മെഡിക്കൽ കോളേജസിലും ജനറൽ ഹോസ്പിറ്റൽസിലും DMHP പ്രോഗ്രാം, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിനാണ് DMHP എന്ന് പറയുന്നത്. അവിടെയും ചാൻസസ് ഉണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലും ചാൻസസ് വരുന്നുണ്ട്. ഒരു നോക്കുകയാണെങ്കിൽ കുറെ കൂടെ സൈക്കോളജി മേഖലയിലേക്കാളും കുറച്ചുകൂടെ ഒരു ചാൻസ് കൂടുതലുള്ള ഒരു വിഭാഗമാണ് MSW എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് NGOസിലും വരുന്നുണ്ട്. പാർട്ട്ണറിംഗ് വിത്ത് റീജിയണൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഡിക്ഷൻ സെന്റേഴ്സ്, വിമുക്തി സെന്റേഴ്സ് ഒക്കെയാണ്. ഫാമിലി കോഴ്സിൽ ഒക്കെ സാധ്യതകൾ വരുന്നുണ്ട്. ഇനി സൈക്വസ്റ്റ 6 മാസമായിട്ട് MSW വളരെ കുറച്ച് കുട്ടികളെ വെച്ച് നമ്മൾ റൺ ചെയ്തു. വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. നല്ല രീതിക്ക് എന്താ പറയാ ഒരു ബേസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ MSWയുടേതായിട്ടുള്ള ഹിസ്റ്ററി അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങളത് പഠിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ആ മേഖലയിലുള്ള ഒരാളെ തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തത്. കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഇനിയും നമ്മള് ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്യാനുള്ള
നിൽക്കാണ്. ഇപ്പൊ നമ്മൾ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് 10 പേപ്പറാണ് 2 വർഷത്തേക്ക് കൂടി വരുന്നത്. 10 പേപ്പറും നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യും. അവിടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് സിസ്റ്റം ആസ് സൈക്കോസ്റ്റ ഇതുവരെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് നോട്ട്സ്, ക്ലാസ്, പിന്നെ പ്രാക്ടിക്കൽ ആൻഡ് ലാബ് ഗൈഡൻസ്, എക്സാം ഓറിയന്റഡ് അസിസ്റ്റൻസ്, പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ വരുന്നത് 8 പേപ്പേഴ്സ് ആണ്. ഐ മീൻ 5 തിയറി പേപ്പർ ആണ് വരുന്നത്. ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, സോഷ്യൽ വർക്ക് പ്രാക്ടിക് ആണ് കേട്ടോ. പിന്നെ ഇത് ഒരു പേപ്പറാണ് സോഷ്യൽ വർക്ക്, വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. ഈ 4 ഫസ്റ്റ് 2 ലാസ്റ്റ് 2 ആണ് നമുക്ക് തിയറി പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രാക്ടിക്കം ഉണ്ട്, സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, പിന്നെ ബ്ലോക്ക് പ്ലേസ്മെന്റ്. ഈ ബ്ലോക്ക് പ്ലേസ്മെന്റിന്റെ ഒക്കെ കേസിൽ നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, കാരണം നമുക്ക് അതിനുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെൽത്ത് അലൈഡ് കോഴ്സിന് അണ്ടറിലല്ല സോഷ്യൽ വർക്ക് വരുന്നത്. ഇല്ല, അലൈഡ് ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്നതല്ല സോഷ്യൽ വർക്ക്. അലൈഡ് ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്നത് ഹോമിയോപ്പതി, ഫിസിയോതെറാപ്പി, നാച്ചുറോപ്പതി, അതുപോലെ തന്നെ സൈക്കോളജി, ഓഡിയോളജി, അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള മേഖലകളാണ് എന്തിൽ വരുന്നത്, അലൈഡ് ഹെൽത്ത് കെയറിന് അണ്ടറിൽ വരുന്നത്. സോഷ്യൽ വർക്ക് അതിന് അണ്ടറിൽ വരുന്നതല്ല. പിന്നെ സെക്കൻഡ് ഇയറിൽ നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സോഷ്യൽ വർക്കർ. അതായത് രണ്ടും സിമിലർ ആയിട്ട്, നിങ്ങൾ സാധാ സോഷ്യൽ വർക്കർ ആയിട്ടല്ല, MSW കൗൺസിലിംഗ് ആണ് എടുക്കുന്നത്. കൗൺസിലർ ആയിട്ടാണ് നിങ്ങൾ വരെ. രണ്ടും 2 ടെർമിനോളജി. അപ്പൊ കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്ന് ട്രീറ്റ്മെന്റ് ആണ്. യെസ്, കൗൺസിലർ ആയിട്ട് പറ്റും. ഈ കോഴ്സിന്റെ പേര് തന്നെ MSW ഇൻ കൗൺസിലർ എന്നാണ്. നിങ്ങൾക്ക് സാധ്യതകളൊക്കെ കൗൺസിലർ ആവാൻ വേണ്ടി പറ്റും. രണ്ട് വിഭാഗമാണ്. അതായത് കൗൺസിലിംഗ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്, സൈക്കോതെറാപ്പി ഒരു ചികിത്സാ രീതിയാണ്. രണ്ടും 2 കോണ്ടിനെന്റിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോ സെക്കൻഡ് ഇയറിൽ വരുന്ന 2 ഓരോ ഇയറിലും ഓരോന്നും. അതുകൂടാതെ ഇന്റേൺഷിപ്പ് റെക്കോർഡും ഉണ്ടാവും. പ്രാക്ടിക്കത്തിന് ഓരോ ഇയറിലും ഓരോന്നും, പിന്നെ ഇന്റേൺഷിപ്പ് റെക്കോർഡും ഉണ്ടായിരിക്കും. BSW ബേസ് ഇല്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ ദിൽന സൈക്കോളജി ഡിഗ്രി ചെയ്ത ആളാണ്, BSW ബേസിക്സ് ഇല്ലാത്ത ആളാണ്. വാസ് ഇറ്റ് വെരി എന്താ പറയുക, ഭയങ്കര ടഫ് ആയിരുന്നോ MSW ഫോക്കസ് ചെയ്ത് പോകാൻ? ഇപ്പം MSW കഴിഞ്ഞ ആളാണ്. അല്ല, അതായത് സൈക്കോളജിയുടെ കുറെ ടേംസ് നമ്മളിപ്പോ ഈ പഠിച്ച സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാര്യങ്ങളും അബ്രഹാം മാസ്ലോന്റെ തിയറീസ്, അങ്ങനത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇങ്ങനത്തെ സൈക്കോളജിയിൽ പഠിച്ച എല്ലാ സാധനങ്ങളും നമുക്ക് പഠിക്കാണ്ട്. കുറച്ച് സോഷ്യോളജി വരുന്നുണ്ട്, പിന്നെ ഈ സോഷ്യൽ വർക്കിന്റെ കുറച്ച് ഹിസ്റ്ററിയും പഠിക്കാണ്ട്. പക്ഷേ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ള കാര്യം, നമ്മൾ സൈക്കോളജി ബേസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് സോഷ്യൽ വർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ വർക്ക് ഇപ്പം സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് അങ്ങനെ സ്പെഷ്യലൈസേഷൻ വരും. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ ടേം കിട്ടും. കഴിഞ്ഞാല് സൈക്കോളജിസ്റ്റ് വരില്ല, പക്ഷെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ ടേം കിട്ടും മെഡിക്കൽ ആൻഡ് സൈക്കാട്രി എടുക്കുകയാണെങ്കിൽ. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം. ഇപ്പൊ ഞങ്ങളുടെ മാനസില് സൈക്കോളജിസ്റ്റ് ഇല്ല, അവിടെ സൈക്കോളജിസ്റ്റ് റോൾ ഇല്ല, അവിടെ സോഷ്യൽ വർക്കർ ആണല്ലോ. മാനസിൽ പോയവർക്ക് അറിയാം, മാനസിൽ സൈക്കോളജിസ്റ്റ് ഇല്ല. മാനസിലുള്ളത് എബിൻ എന്ന സോഷ്യൽ വർക്കർ ആണ് ഉള്ളത്. അപ്പൊ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, സൈക്കാട്രിക് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ അവരാണ്. ഞങ്ങൾക്ക് റോൾ ഇല്ല അവിടെ. ഓക്കെ ആണല്ലോ. റോൾ ഇല്ലാന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവിടെ റോൾ ഉണ്ട്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് എനിക്ക് അവിടെ റോൾ ഇല്ല. അവിടെ റിഹാബ് ഏത് സെന്ററിലായിക്കോട്ടെ, മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് അവിടെ റോൾ ഇല്ല. അവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, സൈക്കാട്രിക് നഴ്സ്, സൈക്കാട്രിസ്റ്റ്, ഇങ്ങനെയാണ്. കണ്ടിന്യൂ തിന്ന. അപ്പം അതേപോലെ ഈ NGOസില്, പിന്നെ ജുവനൈൽ ഹോം, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സോഷ്യൽ വർക്കാണ്. സൈക്കോളജിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ സോഷ്യലി ഒരാളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ജുവനൈൽ ഹോം, ജയിലുകളൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാ സോഷ്യൽ വർക്ക്. അപ്പോ സ്കോപ്പ് ഉണ്ട്.
MSWയുടെ കേസിൽ ഞാൻ സ്കോപ്പ് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് കുറെ പേർക്ക് MSW കൗൺസിലിംഗ് വെച്ചിട്ട് കയറിയവരുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. കാരണം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായതിനെ കൊണ്ടാണ് അത് ഇഗ്നോയില്. പിന്നെ രണ്ടും, അതായത് ഇപ്പൊ ഏതോ ഒരു വിഷയം കഴിഞ്ഞിട്ട് MSW എടുത്തവരെക്കാളും BAPCH കഴിഞ്ഞിട്ട് MSW എടുത്തവർക്ക് ഡബിൾ സ്കോപ്പാണ്. കാരണം സൈക്കോളജിയിൽ ഡിഗ്രിയും MSW മാസ്റ്റേഴ്സ് ചെയ്ത ആള്. അപ്പം ആ ആൾക്കാർക്ക് സ്കോപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും അനുസരിച്ചിട്ട് തോടിന്റെ കാര്യം ഞാൻ ജോസിനെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്ലാസ്സും കൂടി അറേഞ്ച് ചെയ്തുതരാം. കാരണം ഞാൻ പറയുന്നതിൽ അവർ ഉപരി അതിലൊരു കറക്റ്റ് ഒരു സ്റ്റഡി ഉണ്ടാക്കി നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്ത വർക്കും കൂടി കാണിച്ചു തരാകുമ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സ് എല്ലാം ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് ക്യാരക്ടറിസ്റ്റിക്സ് ചാലഞ്ചസ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് കൗൺസിലിംഗ്, റെലവൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻ കൗൺസിലിംഗ്, ബേസിക്സ് ഓഫ് കൗൺസിലിംഗ്, ഫീൽഡ്സ് ഓഫ് കൗൺസിലിംഗ്, കേട്ടോ ഇതൊക്കെ നമ്മുടെ പേപ്പേഴ്സ് ആണ് വരുന്നത്. നല്ല ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ സെക്കൻഡ് ഇയറിലും ഒരു പ്രാക്ടിക്കൽ ഉണ്ട്, ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്, ഇന്റേൺഷിപ്പിന്റെ റെക്കോർഡും. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ MA സൈക്കോളജിയിലുണ്ട്. MA സൈക്കോളജിയിലും 2 പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, പിന്നെ ഇന്റേൺഷിപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു, ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സോഷ്യൽ വർക്കിങ്ങിലും. അപ്പം ഫസ്റ്റ് ഇയറിൽ ഒരു 4 to 5 സബ്ജക്ട്സും സെക്കൻഡ് ഇയറിൽ 6 തിയറി പേപ്പേഴ്സും ആണ് വരുന്നത് കേട്ടോ. ഇനി സോഷ്യൽ വർക്കിന്റെ പ്രാക്ടിക്കം ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് ഓറിയന്റേഷൻ വിസിറ്റ്സ് വരുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ 5 എണ്ണം. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസില്. ഒരു കുഴപ്പമില്ലല്ലോ, ഇഗ്നോ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി അല്ലേ. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ പ്രത്യേകത. ഓറിയന്റേഷൻ വിസിറ്റ് 5 എണ്ണം ഉണ്ട് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ 2 എണ്ണമാണ്. പിന്നെ കൺകറന്റ് വിസിറ്റ് വരുന്നുണ്ട്, ഫീൽഡ് വിസിറ്റ് ഉണ്ട് 45 മിനിറ്റ്. ഇതിനൊക്കെ പ്രത്യേകത, ഇതിന്റെ നിങ്ങൾക്ക് MSW or MA സോഷ്യൽ വർക്ക് കഴിഞ്ഞ ഒരാൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ നിങ്ങളെ കൂടെ വേണം. അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അതിനൊക്കെയുള്ള കരിക്കുലംസ് നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതാണ്. അതാണ് സൈക്കോസ്റ്റ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഹെൽപ്സും നമ്മുടെ കാര്യത്തിലുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ, ഇത്രയുമാണ് വരുന്നത്. ഫീൽഡ് സൂപ്പർവൈസറിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലുള്ള സർക്കുലറും ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒന്നുകൂടി നോക്കിയിട്ടാണ് തരാം. കാരണം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് വരാം. കാരണം ഇപ്പം ഇന്റേൺഷിപ്പ് ആണെങ്കിലും സൂപ്പർവൈസേഴ്സ് ആയിട്ട് നമ്മൾ തന്നെ ഇപ്പൊ MA സൈക്കോളജിയുടെ കംപ്ലീറ്റ് ഞങ്ങളടുത്തുള്ള വന്ന കുട്ടികളുടെ സൂപ്പർവൈസർ ആയിട്ട് ഞാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ അണ്ടറിലുള്ള ഒരാള് എലിജിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അത് മതിയാവും എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം ഓരോ നാട്ടിലും ഓരോ കുട്ടികൾ, എല്ലാവർക്കും ഇപ്പം ഇഗ്നോ സൂപ്പർവൈസേഴ്സിനെ പ്രൊവൈഡ് ചെയ്യില്ല. ഫീ എങ്ങനെയാണ് സൈക്വസ്റ്റയിൽ വരുന്നത്? സൈക്വസ്റ്റയിൽ വരുന്ന ഫീയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ഇട്ടുതരുന്നതാണ്. ഇഗ്നോയുടെ ഫീ എന്ന് പറയുന്നത് 19,500 രൂപയാണ് 1 ഇയറിലേക്ക് വരുന്നത്. അത് രജിസ്ട്രേഷൻ ഫീസും ഒക്കെ കൂടെ അടക്കമാണ് 19,500 രൂപയാണ്. ശരിക്കും ഇഗ്നോ സൈക്വസ്റ്റയുടെ ഫീ എന്ന് പറയുന്നത് 12,000 ആണ്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസിൽ കുറെ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഓഫർ പ്രൈസ് ഇന്ന് മുതൽ നമ്മൾ ഓൺ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. 10,500 ആണ് നമ്മൾ വിചാരിക്കുന്നത്. പേടിക്കേണ്ട, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സൈക്കോസ്റ്റയുടെ ഫീ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇനീഷ്യൽ എമൗണ്ട് അടച്ച ശേഷം മാസം 1000 രൂപ എന്നുള്ള നിലക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ഡെയിലി നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്യുന്നത് 2 to 3 സെഷൻസ് ലൈവ് ആണ്. 2 പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് ദിൽനെ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫസ്റ്റ് ഇയറിലെ 4 പേപ്പേഴ്സ് ആണ് തിയറി വരുന്നത്. ഒരു പേപ്പർ ഞാനാണ് ഹാൻഡിൽ ചെയ്യുക, ഒരു പേപ്പർ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ചൈതന്യാണ് ഹാൻഡിൽ ചെയ്യുക. ഈ രീതിക്കാണ് ഡെയിലി 2 to 3 സെഷൻസ് ആണ് നമുക്ക്. അതിങ്ങനെ ഒരുപാട് നേരമൊന്നും ഇല്ല കേട്ടോ, 1.5 to 3 മണിക്കൂർ വെച്ചിട്ടുള്ള സെഷൻസ് ആയിട്ടാണ്. റെക്കോർഡിംഗ് ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാവിധ സൈക്കോസ്റ്റയിൽ എന്തൊക്കെയാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, കംപ്ലീറ്റ് നോട്ട്സ്, ക്ലാസ്സസ്, അസൈൻമെന്റ്സിന്റെ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ സ്റ്റഡി പ്ലാന്, റിവിഷന്, മെന്റർഷിപ്പ്, ഇതൊക്കെ MSW കൗൺസിലിംഗിലും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണെങ്കിൽ സോഷ്യൽ വർക്ക്, പ്രാക്ടിക്കം, ഫീൽഡ് വർക്ക്, അതിനും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പ്രാക്ടിക്കം വർക്കിന് നമ്മുടെ സ്റ്റുഡൻസിനാണ്. ഫീൽഡ് വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ ഫീൽഡ് വർക്കും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഈ ഫീൽഡ് വർക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഇവര് ഫീൽഡ് വർക്ക് പറയുന്നുണ്ട്. അതായത് ഫീൽഡ് വർക്ക് ചെയ്യാണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, പാസ്സാക്കി നിങ്ങളെ വിടുന്നില്ല. അതാണ് ഈ ലാസ്റ്റ് പേജ് നിങ്ങൾ നോക്കിക്കേ. MSWL 046 and 047 is first year is necessary condition to take up field work practicum. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് പറയുന്ന സ്ഥലങ്ങളിൽ ഓറിയന്റേഷൻ വിസിറ്റ്സ് ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിന്, ഇപ്പൊ സൈക്കോളജി സ്റ്റുഡൻസിന് ഞാൻ വുമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു കൂടെ അവിടെ തന്നെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ് അത് വരുന്നത്. നമ്മളെ MSW സ്റ്റുഡൻസിന് നമ്മൾ അങ്ങോട്ടാണ് വിടാറുള്ളത്. ICDSന്റെ കീഴിലാണ് വരുന്നത്. നല്ലൊരു മേഖലയാണ്. കാലിക്കറ്റ് അല്ലാത്തവർക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് അതത് പഞ്ചായത്തുകളിലും അതത് ഓഫീസുകളിലും അതിൻ്റെതായിട്ടുള്ള സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് വിടാറ്. എവിടേക്കാണ് സർക്കുലർ ഉണ്ടായിരിക്കും. അത് ഞാനിപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് ആണ് നമ്മളിപ്പോ നോക്കുന്നത്. കാരണം മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസും ഞങ്ങൾക്ക് കാലിക്കറ്റിൽ വന്നു. കാരണം JDT ഉണ്ടായിരുന്നത് കൊണ്ട് കാലിക്കറ്റിലേക്കാണ് എത്താറുള്ളത്. അപ്പൊ നമ്മൾ കാലിക്കറ്റ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള സ്റ്റുഡൻസിനനുസരിച്ച് നമ്മൾ ഏതൊക്കെ സ്റ്റുഡൻസ് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് എന്നുള്ള രീതിയിലാണ്. കോട്ടയം, ലെറ്റ് മീ സി സൈക്ലിസ്റ്റ് ഓഫർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായം നമ്മൾ ചെയ്ത് എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മാനസ് ഒരു ഹ്യൂജ് എന്താ പറയുക, നിങ്ങൾക്ക് റിലൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഫുൾ ടൈം സോഷ്യൽ വർക്കർ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് മാനസും ഉണ്ട്. നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ആണെങ്കിലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഏതാണോ ഓഫീസുകളോ അല്ലെങ്കിൽ ഏതാണോ അബ്രോഡ് സോഷ്യൽ വർക്കിന് നല്ല ചാൻസ് ഉണ്ട്. വടകര ഉള്ളവർക്ക് എക്സാം സെന്റർ എനിക്ക് എവിടെയാന്ന് അറിയില്ല. ടു ബി ഹോണസ്റ്റ്, വടകര ഉള്ളവർക്ക് എക്സാം സെന്റർ എനിക്ക് എവിടെയാ വരാന്ന് അറിയില്ല. കാരണം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ചിട്ടാണ് വരാറുള്ളത്. കുറെ കുട്ടികൾ JDT വന്ന് ഇന്നും JDT വന്ന് എഴുതിയിട്ടുണ്ട്. എനിത്തിങ് എൽസ്? ഞാൻ പറഞ്ഞ ഈ പ്രാക്ടിക്കൽ വർക്കിന്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് ആയിട്ട് റെക്കോർഡ് എങ്ങനെ എഴുതണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നെക്സ്റ്റ് ഒരു സെഷനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അറേഞ്ച് ചെയ്തത്. ഓക്കെ ആണോ? എനിത്തിങ് എൽസ്? നമ്മുടെ ക്ലാസ് ഒഫീഷ്യലി മൺഡേ സ്റ്റാർട്ട് ചെയ്യും. ഇഗ്നോർഡ് അഡ്മിഷൻ ആദ്യം എടുക്കണം. അപ്പൊ താല്പര്യമുള്ളവർക്ക് എന്നെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ എടുക്കാനായിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ ഹെൽപ്പിനും. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും, അതായത് ഇഗ്നോർക്ക് പല ആൾക്കാർക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടുള്ളൂ. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ, ഇഗ്നോയുടെ കേസിൽ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? You can join by December. Josna, don't worry, next intake join ചെയ്യാം കേട്ടോ. മാം, കൺകറന്റ് ഫീൽഡ് വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യണതിനാണോ പറയണത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഈ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കത്തിന്റെ ഒന്നുകൂടിയും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുണ്ട്. കാരണം ഞാനിപ്പോ പറഞ്ഞ നിങ്ങൾ അത് വിചാരിച്ചിരിക്കും. അപ്പൊ എന്തെങ്കിലും ഞാൻ ചെയ്ത 1-2 സ്റ്റുഡൻസിനെ കൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും അനലൈസ് ചെയ്തിട്ട് അതിനൊരു ക്ലാസ് ഞാൻ വെക്കും ഈ ലാസ്റ്റ് പേജിൽ. കാരണം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ ഇപ്പം എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ് ഞാൻ തന്നത്. Any other doubts? Yes. അപ്പോ PG എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു PG ഇസ് വെരി മാൻഡേറ്ററി. സൈക്കോളജി ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം സ്കൂൾസിലൊക്കെ എടുക്കുന്നുണ്ട് സ്കൂൾ സൈക്കോളജിസ്റ്റ്. പക്ഷെ എപ്പോഴും ഞാൻ പറയും ഒരു PG, നിങ്ങൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് കയറാണെങ്കിൽ പോലും ഒരു PG മാസ്റ്റേഴ്സ് പുറത്തൊക്കെ സാധ്യതകളുള്ള ഒരു വിഷയമാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ചുമ്മാ ആയി പോകത്തില്ല. നിങ്ങൾക്ക് ഓറിയന്റേഷൻ വിസിറ്റ് എന്ന് പറയുന്നത് 5 വിസിറ്റ് ആണ് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ. കൺകറന്റ് ഫീൽഡ് വിസിറ്റിന്റെ കേസാണ് അത് ഏത് രീതിയിലാണ് എന്നുള്ളത്. കാരണം ഇതിനൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, നമ്മുടെ കേരള ബേസ്ഡിലല്ല. അപ്പൊ കേരള ബേസ്ഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള കരിക്കുലം ഏകദേശം നമുക്കറിയാം. ഇതിനൊരു നാഷണൽ യൂണിവേഴ്സിറ്റി ആയതിനെ കൊണ്ട് ഹോൾ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് ഒരു സർക്കുലർ ആണ്.
അപ്പൊ അത് കേരളത്തിലോട്ട് വരുമ്പോൾ അവിടുത്തെ സ്റ്റഡി സെന്ററിലെ ഫാക്കൾട്ടീസ് എങ്ങനെയാണ് പറയുന്നതിനുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ഒരു കരിക്കുലാണുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് പോയാൽ മതി. ഇത്ര ഫീൽഡ് വിസിറ്റ്, ഇത്ര കാര്യങ്ങൾ. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കേരളം പോലത്തെ ഒരു സ്ഥലത്ത് മാത്രമാണുള്ളത്. പക്ഷെ ഇഗ്നോ അങ്ങനെയല്ല, ഹോൾ ഇന്ത്യയിൽ ഒരേ സിലബസ് ആണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടത്തത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് അറിയേണ്ടത്. മാം, സ്റ്റഡി സെന്ററിൽ ഈ പറഞ്ഞ പോലെ ഫീൽഡ് വിസിറ്റ്സിന്റെ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ ഓറിയന്റിംഗ് ക്ലാസ് വെക്കുവോ? അതൊക്കെ വെക്കും, അതെന്തായാലും വെക്കൂലേ. കാരണം ഇഗ്നോ എന്ന് പറയുമ്പം ചുമ്മാ അങ്ങോട്ട് ഇറക്കി വിടാറില്ല. ഇപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആയാലും സൈക്കോളജി BAPSH പഠിച്ചവർക്ക് അറിയാം, പ്രാക്ടിക്കൽ ക്ലാസ് നടത്താറുണ്ട്, പ്രാക്ടിക്കൽ എക്സാം നടത്താറുണ്ട്, പ്രോജക്റ്റ് ചെക്ക് ചെയ്യാറുണ്ട്. എല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതും കൃത്യമായിട്ട്. ഇപ്പം പ്രാക്ടിക്കല് വരുന്ന ഇപ്പൊ സൈക്കോളജി പോയി, ഇനിയിപ്പം സോഷ്യൽ വർക്കിന് മാത്രമാണ് പ്രാക്ടിക്കൽ വരാം. പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്ക് ഇപ്പൊ സൈക്കോളജി ചെയ്തതുകൊണ്ട് നമുക്ക് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോ ഒരു പിടിയില്ല. പിന്നെ ഇത് ചെയ്തവരാരും പരിചയമല്ല. അപ്പൊ നമ്മളൊക്കെ അത്ര സ്റ്റുഡൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പം ദിൽന സൈക്കോളജി കഴിഞ്ഞിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളെ സ്റ്റുഡൻസും ഉണ്ട്, നമ്മളെ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഒരു സെഷനിൽ അവരെ കൂടി ചെയ്ത ആളല്ലേ ദിൽന? അല്ല, ഞാൻ പറയുന്നത് നമ്മളെ MSW ഇഗ്നോയിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, അടുത്തൊരു സെഷനിൽ അവരെയും കൂടെ ഉൾപ്പെടുത്താം. പലരും പല നാട്ടിലൊക്കെയാണ്, ഒരാൾ അബ്രോഡാണ്. കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, നമുക്കൊരു 6 പേരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം ഞാനൊരു എന്താ പറയാ, പരീക്ഷണാർത്ഥം ഒന്ന് നടത്തി നോക്കിയതാണ്. നമുക്ക് എത്രത്തോളം, എന്നിട്ട് മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പരിചയപ്പെടുത്തി തരാം. അടുത്തൊരു സെഷനിൽ നമ്മൾ എന്തായാലും പരിചയപ്പെടുത്തി തരാം. അവര് നമ്മള് സൈക്കോളജി പഠിച്ച ഒരാൾ തന്നെയുണ്ട്, അബു. ഒരാൾ എനിക്കിപ്പോ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അവരോടും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ക്ലാസ് വെച്ചുതരാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? എനി അതർ ഡൗട്ട്സ്? അപ്പോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. Hope the session was productive and informative. അടുത്തൊരു സെഷനുമായി നമ്മൾ കാണുന്നത്. It's me, Abdul Nafi, signing off. Bye, take care. Thank you, ma'am.